കലാദേവി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ കിച്ചൺ വളരെ നീറ്റായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ കുക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് അപ്പം തന്നെ എല്ലാം വാഷ് ചെയ്ത് വെക്കണമല്ലേ, അതൊരു നല്ല കാര്യമാണ്. ബിക്കോസ് അത്രയ്ക്ക് നീറ്റ്, വളരെ കോൺഷ്യസ് അല്ലേ, നല്ല കാര്യമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കബഡിലൊക്കെ മേളിൽ ഒരു തുണി വെച്ചിരുന്നു, പിന്നെ അതൊരു കോലെടുത്ത് പടം കുത്തുന്ന കമ്പിയായിരുന്നു. അത് കൊള്ളാം. കലാദേവി വന്ന് ഫ്രിഡ്ജ് തുറന്ന് പിന്നെ ക്യാരറ്റും ബീറ്റ്റും ആ കാര്യങ്ങൾ ഓക്കെ. പക്ഷേ ടാസ്കിന് വരുമ്പോഴേ നമുക്ക് പ്രിപ്പയർ ചെയ്ത ഐറ്റമാണ് കൂടുതൽ യൂസ് ചെയ്യാറില്ല അപ്പം തന്നെ. ബിക്കോസ് ദോശമാവ് അറിയാം, പക്ഷേ നിങ്ങൾ ഈവൻ മൈദമാവ് എടുത്തിട്ട് കുഴച്ച് അങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു. പക്ഷേ ഇത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ഐറ്റമാണ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. സോ അതുകൊണ്ട് ആ രീതിയിൽ അത് കുറച്ച് മൈനസ് പോയിന്റ് ആയി. പിന്നെ ചേട്ടൻ വളരെ സപ്പോർട്ടല്ലേ, എന്ത് കൊടുത്താലും കഴിക്കും. ഏനാ ഗ്രാഫിക്സ് വാവ് ഫാന്റാസ്റ്റിക്. ആ ടോം ആൻഡ് ജെറിൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത്. ഓക്കെ, എന്ത് കഴിച്ചാലും കൊള്ളാം, നല്ലൊരു എക്സ്പ്രഷൻ അല്ലേ. അവിടെ ശാലിനി ഒരു നല്ല കൊട്ട് കൊടുത്തല്ലേ, മേൽശാന്തിയാണ്, കള്ളം പറയக்கூടാതെ. ഓക്കെ, ഓൺ ദ ഹോൾ എനിക്ക് ഇഷ്ടമായി. ഒരു ടൈം വേസ്റ്റ് ചെയ്തില്ല, അത്രയ്ക്ക് നീറ്റായി എല്ലാം കറക്റ്റായിട്ട് ചെയ്തു. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി ഇവർ 2 പേരുണ്ട്, അവരെ ചോദിക്കാം. താങ്ക് യു ചേച്ചി. അപ്പം കലാദേവി, ചേട്ടൻ്റെ കാതുകളിൽ നിന്നൊക്കെ ചൂടൊക്കെ പറപ്പിച്ചല്ലേ. എനിവേസ് ആ ദോശയുടെ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് കളറാണ് വയലറ്റ്. വയലറ്റും ക്യാരറ്റിൻ്റെ കളറും കൂടെ ചേർന്നിട്ട് ഒരു നല്ലൊരു കളറായിരുന്നു. അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ടേസ്റ്റി ആയിരുന്നു തന്നെ തോന്നുന്നു. എനിവേസ് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. കൃഷ്ണമാരേട്ടാ, കളറിൽ വീണ്ടും ഒരു പ്രത്യേകത ഇന്ന് രഞ്ജിനി തുടങ്ങി വെച്ചു. അത് വയലറ്റിലൊക്കെ തുടങ്ങി, പക്ഷെ ദോശയെ വന്നപ്പോൾ അതൊരു പിങ്കി ദോശയായിരുന്നു, ഒരു ലേഡീസ് ദോശ. അതും ഇന്നത്തെ ഈ എപ്പിസോഡിന് ചേരുന്നൊരു ദോശ. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ ജഡ്ജസും ഭയങ്കര ക്രൂരന്മാരാണ് പല സമയത്തും. കാരണം നമ്മൾ പറയുന്നുണ്ട് റെഡിമെയ്ഡ് സാധനം ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നാളെ നിങ്ങളിനി മാവ് പൊടിച്ചതാണ് കലക്കുന്ന പറയും, പൊടിച്ചതാരാണ്, ഞങ്ങളല്ലല്ലോ, ഇനി അതും കുഴപ്പമാവും. ഇതിപ്പോൾ നിങ്ങൾ എന്ത് യൂസ് ചെയ്യുന്നുള്ള വലിയൊരു കുഴപ്പത്തിലൂടെ നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തവും രുചികരവുമായി ഇപ്പം തന്നെ ഇത് ടി വിയിൽ പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ തീരുമാനിക്കുക, ഇത് കൊള്ളാലോ ഈ ദോശ, നമ്മുടെ പിള്ളേർക്കൊന്ന് ചുട്ടു കൊടുത്താൽ കൊള്ളാലോ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു ചുട്ടിരുന്നത്. പിന്നെ അതിനകത്ത് ഭാഗ്യം ഉണ്ടായിരുന്നു. കാരണം ചില സമയത്തൊക്കെ നമ്മൾ ധൃതി പിടിച്ചിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കയറി കല്ലി പിടിക്കാം. അത് കല്ലി പിടിച്ചില്ല, അത് ദൈവം ഒരു ചെറിയ കൈ നമുക്ക് തന്നു. പിന്നെ ഒരു സജഷനായിട്ട് എനിക്ക് തോന്നിയത്, എനിക്കറിയില്ല എൻ്റെ എക്സാക്ട്, അതായത് ആ ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്ലേറ്റ് കൊണ്ട് വെക്കാം, ഓരോ ദോശയായിട്ട് വേണേൽ സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് കല്ലിൽ അത്ര നേരം വേണമെങ്കിൽ ദോശ മൂക്കാൻ, ഇപ്പൊ ദോശ ഇടയ്ക്ക് മൂത്തില്ല എന്നൊരു പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചൊരു നേരം കിടക്കാൻ അത് സഹായിക്കുമായിരുന്നു തോന്നുന്നു അല്ലേ. അല്ല, ആദ്യത്തെ ദോശ കുറച്ച് മാവിൽ വെള്ളം ഒഴിക്കാതെ കട്ടിയായിട്ട്, അതാണ് അത് ഉണ്ടാക്കുന്ന ഒരു പ്രയാസം നിങ്ങൾക്കേ അറിയത്തുള്ളൂ. സൈഡിൽ നിന്ന് പറയാൻ വളരെ ഈസിയാണ്. അതുകൊണ്ടല്ല, എങ്കിലും സജഷനായിട്ട് നമുക്കിങ്ങനെ തോന്നി, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. എല്ലാം കൊണ്ട് എനിക്ക് വളരെ നല്ലൊരു ഭക്ഷണം കൊടുത്തതായിട്ട് തോന്നി. കുട്ടികളും സന്തോഷമായിരിക്കുന്നത് കണ്ടു, നന്നായി. ആസ് യൂഷ്വൽ നെഗറ്റീവ്സിലേക്ക് ഞാൻ പോട്ടെ, പോസിറ്റീവ്സ് ക്യാൻ വെയിറ്റ്. നമ്മൾ ഓടിച്ചെന്ന് ആ ദോശയിൽ മുടി കിടപ്പുണ്ടായിരുന്നോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. എങ്ങനെയാ ഉറപ്പാകുന്നത്? ഞാൻ നോക്കിയിട്ട് തന്നെ എടുത്തത്. മാവ് അല്ല, അങ്ങനല്ല, മാവ് കലക്കുമ്പോ അങ്ങനെ മുടി ഉണ്ടെങ്കിൽ കുരുങ്ങും തവിയില്. അത് മുടി വീണ് കഴിഞ്ഞിട്ട് എടുക്കുന്നതിലും ഭേദം മുടി കെട്ടിവെച്ച് വേണ്ടേ അടുക്കളയിൽ നമ്മൾ ജോലി ചെയ്യുന്നത്. ഇത്രയും മുല്ലപ്പൂവൊക്കെ വെക്കുന്നു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, പക്ഷെ എന്നാലും കയറി ചെല്ലുമ്പം ആ മുടി ഒന്ന് കെട്ടാമായിരുന്നു. ഇങ്ങനെ അഴിച്ചിട്ട് പലപ്പോഴും മുടി വീഴുവോ എന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ശരി, അതിരിക്കട്ടെ. പിന്നെ നമ്മൾ പൊതുവെ ദോശമാവ് ഇത്രയും വലിയ പാത്രത്തിലായിരുന്നല്ലോ, എടുത്ത് പുറത്ത് വെച്ച് ആവശ്യമുള്ളത് മറ്റു പാത്രത്തിലേക്ക് പകർന്നു കഴിഞ്ഞു. പിന്നെ അത് അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെക്കണ്ടേ, പൊളിച്ചു പോകത്തില്ലേ? അത് മറന്നുപോയി. അത് വയ്ക്കാൻ ടെൻഷൻ കാരണം അത് തിരിച്ചെടുത്ത് വയ്ക്കാൻ മറന്നുപോയി. അടുക്കള വൃത്തിയായിരിക്കണം, പക്ഷെ പാചകത്തിൻ്റെ ഇടയ്ക്ക് സിങ്കിൽ കൈയിട്ട് വാരി, പിന്നെ അതുകൊണ്ട് തന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഇട്ട് മിക്സ് ചെയ്ത് വാരിയെടുത്ത് ഭർത്താവ് കഴിച്ചു, കുട്ടികൾ കഴിച്ചു, ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ കണ്ടിരിക്കുകയല്ലേ ഞങ്ങൾ. എല്ലാം ക്ലീനിങ് ഓക്കെ, പക്ഷേ അത് ചെയ്യാനുള്ള ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം ക്ലീൻ ചെയ്ത് വെക്കാം. പിന്നെ ഈ പുറത്തുനിന്ന്
പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്ന നേരെ കഴുകിയ പ്ലേറ്റിലേക്ക് ദോശ കമത്തി. ആദ്യത്തെ ദോശ ആർക്കാണാവോ കിട്ടിയത് മുഴുവൻ നനഞ്ഞ് ചീത്തയായിട്ടുണ്ടാവും. രണ്ടാമതും മൂന്നാമത്തെ ആൾക്ക് കിട്ടിയ ദോശ ഓക്കെ. പിന്നെ ഈ ജ്യൂസിൻ്റെ കാര്യം, അത് മുളക് പൊടിയൊക്കെ കലക്കിയ ജ്യൂസാണെങ്കിലും ദോശയ്ക്ക് വേറൊന്നും കൂട്ടാനില്ലല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു പുളിപ്പുള്ള ജ്യൂസ് കുടിക്കുന്നത് ഒരു ആശ്വാസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്ലസ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു, സൂക്ഷിക്കണമായിരുന്നു. പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ കോൺഫിഡൻ്റ് ആയിരുന്നു, ചിരിച്ച മുഖത്തോടു കൂടി തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആകെ ആശ്വാസമായത് ഞാനും കൂടെ ടേസ്റ്റ് ചെയ്യട്ടെ, ഒരു അവകാശം സ്ഥാപിക്കുന്ന പോലെ ഞാനും കൂടെ ടേസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അത്രയെങ്കിലും ഉണ്ടായതിൽ ഞാൻ കുറച്ച് ആശ്വസിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് മാം. അപ്പോൾ എന്തായാലും നല്ല കമൻസ് ഒക്കെ കേട്ടത്. ഇനി നോക്കാം എത്ര മാർക്സ് ഉണ്ടെന്ന്. കൃഷ്ണമാറേട്ടാ, ഔട്ട് ഓഫ് 40? ഗീത കുറേ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി. പക്ഷേ എങ്കിലും എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഹെൽത്തി ദോശ കുട്ടികൾക്ക് ചൂടോടെ കൊടുക്കുന്നു മിനിമം സമയത്തിനകത്ത്. ഒരു വളരെ നല്ലൊരു സംഭവം. ഇത് ധാരാളം പ്രേക്ഷകർക്ക് കളർഫുള്ളായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ പിങ്ക് കളർ കുട്ടികൾക്ക് വളരെ അട്രാക്ഷൻ ഉണ്ടാക്കും തോന്നുന്നു. ഇതൊക്കെ ഒരു വ്യത്യസ്തമായ കളറിലൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ പരിമിതികൾ ഒരു വശത്തുണ്ട് എങ്കിലും എനിക്കത് വളരെ സന്തോഷകരവും നല്ലൊരു ഭക്ഷണമായിട്ട് തോന്നി. കുറച്ചൊരു സമയം ഉണ്ടായിരുന്നു, ഇനി അവനൊരു കറിയൊക്കെ ഉണ്ടാക്കാമായിരുന്നു. ഉള്ള സമയം നല്ലപോലെ ഉപയോഗിച്ച് വളരെ കോൺഫിഡൻ്റായിട്ട് ദോശ ഉണ്ടാക്കി കൊടുത്തു. 35 മാർക്സ്. 35 out of 40. നൈസ്. ഗീതാഞ്ജലി മാം, വരുന്ന എപ്പിസോഡ്സിൽ കലാദേവിയിൽ നിന്നും ഒത്തിരി കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു പെർഫോമൻസ് ഞാൻ കൊടുക്കുന്ന മാർക്സ് 31. 31 out of 40. കുറച്ച് കുറഞ്ഞു പോയി, സാരല്ല. എന്തായാലും രഞ്ജിനി ചേച്ചി, എൻ്റെ മാർക്സ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അവരുടെ കുറഞ്ഞു പോയില്ലേ? അത് കേട്ടപ്പോൾ ഇങ്ങനെ നെറ്റിപ്പോവും. ഓക്കെ ഓക്കെ. കലാദേവി ഹെൽത്തി ഫുഡാണ്, ബീട്രൂട്ടും ക്യാരറ്റും നല്ല ഹെൽത്തി ഫുഡ്. പക്ഷേ ദോശമാവ് ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, അതുകൊണ്ട് എൻ്റെ മാർക്ക് 16 മാത്രമേ. 16 out of 20 കുറഞ്ഞു പോയി. എല്ലാം കൂടെ ഇപ്പം ഓവറോൾ സ്കോർ is 82 out of 100. ഹാപ്പിയാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. സങ്കടം ഇല്ലല്ലോ? ഇല്ല. ഇല്ലല്ലോ. എന്തായാലും ആ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഉണ്ടാക്കി തരണം. ഉണ്ടാക്കി തരാം തീർച്ചയായിട്ടും. ഓക്കെ, സോ ഇനി അടുത്ത ടാസ്കിൽ കാണാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്.